ഇതാണ് മൊത്തത്തിലുള്ള MSRP. ഇത് MRP ഇന്ത്യയിൽ കാണുന്ന പോലെ MRP അല്ല, മാക്സിമം സജസ്റ്റഡ് റീറ്റെയിൽ പ്രൈസാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ഇവർക്ക് വിൽക്കാം, കുറച്ച് വേണമെങ്കിലും വിൽക്കാം. കൂടുതൽ വിൽക്കാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല. $28,205. പിന്നെ ഇവർ ഒരു വേറെ സംഗതി ഉണ്ട്, ഇൻലാൻഡ് ഫ്ലൈറ്റ് ആൻഡ് ഹാൻഡലിംഗ് ഉണ്ട്, അതിന് $990 എക്സ്ട്രാ. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയാണ് 29,195. ഇങ്ങനെയാണ് ഇതിൻ്റെ വില എഴുതിയിരിക്കുന്നത്. ആ വിലക്കല്ല എനിക്ക് കിട്ടിയത്. ഒരിക്കലും ഈ വില കിയയ്ക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പൊതുവേ ഇതിലും കുറഞ്ഞ വിലക്കാണ് കിയയൊക്കെ വിൽക്കാറുള്ളത്. പൊതുവേ അങ്ങനെ വിലക്കുറവുണ്ടാകും നല്ലതുപോലെ. ഈ വില എന്നൊക്കെ ആദ്യമൊക്കെ അവർ പറഞ്ഞേക്കാം, ഡീലർമാർ പറഞ്ഞേക്കാം. പക്ഷേ അതൊന്നും ആയിരിക്കില്ല കറക്റ്റുള്ള വില. അവരതിലും കുറച്ചാണ് വിൽക്കുന്നത് പൊതുവെ. അപ്പോൾ അത് സൂക്ഷിച്ച് നോക്കിയൊക്കെ വാങ്ങിച്ചാൽ മതി. കിയ വാങ്ങിക്കുവാണെങ്കിൽ ഈ പറയുന്ന പ്രൈസിന് അങ്ങനെ കിയ അധികം വിൽക്കാറില്ല. അന്ന് അങ്ങനെയായിരുന്നു, ഇപ്പോഴും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. എപ്പോഴും ഡിസ്കൗണ്ടൊക്കെ കാണാറുണ്ട്, കുറച്ചെങ്കിലും ഡിസ്കൗണ്ട് എപ്പോഴായാലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഡിസ്കൗണ്ട് ഇല്ലാത്ത സിറ്റുവേഷൻ വളരെ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഭാവിയിൽ എങ്ങനെയാണെന്നറിയില്ല. 22 സിറ്റിയിൽ കാണുന്നത്, അത് വളരെ കുറവാണ്. ഇത്രയും വലിയ കാറായതുകൊണ്ട് 22 സിറ്റിയിൽ കിട്ടുള്ളൂ. പിന്നെ 29 ഹൈവേ കൂടെ കിട്ടും എന്നാണ് പറയുന്നത്. ഇത് ഫ്യൂൽ എക്കോണമി, അതിൻ്റെ റേറ്റിംഗ് അങ്ങനെയാണ്. 4 ഗാലനാവും 100 മൈൽ പോകാൻ. അത് $750 മോർ ഇൻ ഫ്യൂൽ കോസ്റ്റ് ആകും എന്നാണ് പറയണത്, കമ്പയർ ടു ആവറേജ് ന്യൂ വെഹിക്കിൾ. ഇതേ കാറ്റഗറിയിലുള്ള SUV പറ്റിയാണോ ഇവർ പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു എഴുതിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ആനുവൽ ഫ്യൂൽ കോസ്റ്റ് ഇത്രയാവും എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്ര ഇതിനകത്ത് കൃത്യമായിട്ട് വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഫ്യൂൽ എക്കോണമിയാണ് ഗ്രീൻ ഹൗസ് റേറ്റിംഗ് 5, 10 ബെസ്റ്റ്. പിന്നെ സ്മോഗ് റേറ്റിംഗും 5 തന്നെ, 10 ബെസ്റ്റ്. ഇത് വായിക്കേണ്ടവർക്ക് പോസ് ചെയ്തിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് വെഹിക്കിളിൻ്റെ ഓവറോൾ സ്കോർ 5 സ്റ്റാർ ഉണ്ട്. മൊത്തത്തിൽ ഈ വെഹിക്കിളിന് 5 സ്റ്റാർ ഉണ്ട്. പക്ഷേ ബേസ്ഡ് ഓൺ ദ കോമ്പൈൻഡ് റേറ്റിംഗ് ഓഫ് ഫ്രണ്ടൽ സൈഡ് ആൻഡ് റോൾ ഓവർ ഷുഡ് ബി ഓൺലി കമ്പയർഡ് ടു അതർ വെഹിക്കിൾസ് ഓഫ് സിമിലർ സൈസ് ആൻഡ് വെയ്റ്റ്. ഇതിന് സമാനമായ വെഹിക്കിളുമായിട്ടേ കമ്പയർ ചെയ്യാവുള്ളൂ എന്ന് പറയണേ. പിന്നെ ഫ്രണ്ടിൽ ഡ്രൈവറിന് 5 സ്റ്റാർ പരമാവധി കിട്ടുന്ന പ്രൊട്ടക്ഷൻ ഉണ്ട്. പാസഞ്ചറിന് 5 സ്റ്റാർ പരമാവധി കിട്ടുന്ന പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഫ്രണ്ട് സീറ്റ് സൈഡ് ക്രാഷ്, അത് മുമ്പിൽ നിന്നുള്ളത് ഇടിച്ചാലുള്ളത്, ഇത് സൈഡിൽ നിന്ന് വന്ന് ഇടിച്ചാലുള്ളത്, അതിനും 5 സ്റ്റാർ ഉണ്ട്. അപ്പോഴൊക്കെയാണ് സൈഡ് ക്രാഷിലാണ് ഈ സൈഡ് കട്ടൺ എയർ ബാഗ് വർക്കാവുന്നത് കൂടുതലായിട്ട്. പിന്നെ റോൾ ഓവർ 4 സ്റ്റാറേ ഉള്ളൂ. റോൾ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പൊക്കമുള്ള കാറുകൾക്ക് പൊതുവേ 4 സ്റ്റാറാണ് റേറ്റിംഗ് കിട്ടാറുള്ളൂ. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കാറുകൾ അധികം ഞാൻ കണ്ടിട്ടില്ല അധികം. പൊതുവേ എല്ലാത്തിലും 4 സ്റ്റാറാണ് കാണുന്നത്, ഇത്രയും പൊക്കമുള്ള കാറായതുകൊണ്ട്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടുതലല്ലേ, കാരണം ഇതിന് പൊക്കം കൂടുതലല്ലേ.